വെൽക്കം ടു ലേണിംഗ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ AEC ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിലെ AEC ഇംഗ്ലീഷിലെ ബിയോണ്ട് ദ ലൈൻസ് പുസ്തകത്തിലെ പേജ് നമ്പർ 16 ടാസ്ക് 5 ഗിവിംഗ് ഡയറക്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. മാസ്റ്ററിംഗ് ദ സ്കിൽ ഓഫ് ഗിവിംഗ് ഡയറക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് എവരി വൺ ഷുഡ് ഡെവലപ്പ് ഫോർ സെവറൽ റീസൺസ്. വെദർ നാവിഗേറ്റിംഗ് ത്രൂ എ ന്യൂ സിറ്റി ഫോർ ഫൈൻഡിംഗ് എ സ്പെസിഫിക് ലൊക്കേഷൻ with a building, clear and accurate directions are crucial. When we are in unfamiliar places, we accept others to provide us with a clear and precious guidance so that we reach our destination safely and effectively. സ്കിൽ ഡെവലപ്പിംഗ് ആണ് ഒരു ഡയറക്ഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള സ്കിൽ. എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ തിരിച്ചു വരുന്നു, ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങനെയാണ് വലത്തോട്ടോ ഇടത്തോട്ടോ അങ്ങനെ ഡയറക്ഷൻസ് ഗീവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വാഗി ഓർ മിസ്ലീഡിംഗ് ഡയറക്ഷൻസ് ക്യാൻ ലെഡ് ടു കൺഫ്യൂഷൻ, ഫ്രസ്ട്രേഷൻ ആൻഡ് ഈവൻ പൊട്ടൻഷ്യൽ സേഫ്റ്റി ഇഷ്യൂസ്. തെറ്റായ ഡയറക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും പിന്നെ അത് സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥയിലും ആവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രവീൺ, ഹേ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ ഡൈനിങ് ഏരിയ? റെഹാൻ, ഷുവർ, ഗോ ഡൗൺ ദിസ് ഹാൾ ഓർ സംതിങ്. പ്രവീൺ ചോദിക്കുകയാണ്, ഹേ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ ഡൈനിങ് ഏരിയ? എന്നാൽ എനിക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകണം, എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഒന്ന് പറയാമോ? റെഹാൻ, ഷുവർ, ഗോ ഡൗൺ ദിസ് ഹാൾ ഓർ സംതിങ്. താഴോട്ട് പോകൂ, അവിടെ ഏതെങ്കിലും ഒരു ഹാള് ആയിരിക്കും. പ്രവീൺ, ഓക്കെ, ബട്ട് വെയർ എക്സാക്ട്ലി ഡു ഐ? ശരി, ഞാൻ ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത്? റെഹാൻ, സോറി, ജസ്റ്റ് കീപ് വാക്കിംഗ് സ്ട്രെയിറ്റ്, യു വിൽ സീ സം സ്റ്റഫ് അറൗണ്ട്. കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നടക്കുക, അവിടെ ഒരു സ്റ്റഫ് കാണും, അവിടോട്ട് പോവുക. പ്രവീൺ, സം സ്റ്റഫ്, ക്യാൻ യു ബി മോർ സ്പെസിഫിക്? ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമോ? റെഹാൻ, വെൽ, യു വിൽ പാസ് എ ഫ്യൂ റൂംസ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് നിയർ എൻഡ് ഓർ സംതിങ്. കുറച്ച് റൂമുകൾ നടന്നു പോവുക, അവിടെ ഒരു അവസാന എൻഡ് കാണും. അപ്പം പ്രവീൺ ചോദിക്കുന്നത്, നിയർ ദ എൻഡ് ഓഫ് വാട്ട്? ഏതിൻ്റെ എൻഡാണ്? ലൈക്ക് ദ എൻഡ് ഓഫ് ദ ഹാൾ, ഐ തിങ്ക് ദർ ഈസ് എ നെയിം ബോർഡ്, ജസ്റ്റ് ലുക്ക് അറൗണ്ട്. പോകുമ്പോൾ ഒരു ഹോൾ കാണും, അവിടെ ഒരു നെയിം ബോർഡ് കാണും, അവിടെ നോക്കുക. സോ ഷുഡ് ഐ ടേൺ സംവെയർ? ഞാൻ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് പോകണം? റെഹാൻ, ജസ്റ്റ് കീപ് ഗോ സ്ട്രെയിറ്റ്, ഇസ് ദർ, യു വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. നേരെ പോയാൽ മതി, നിങ്ങൾക്കത് കാണാൻ പറ്റും. പ്രവീൺ, ഓൾ റൈറ്റ്, താങ്ക്സ്, ഐ ഗസ്. റെഹാൻ, നോ പ്രോബ്ലം, ഗുഡ് ലക്ക്. ഇത് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെയാണ് ഡയറക്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് നിയർ ദ ഹിൽ, നിയർ ദ നെയിം ബോർഡ്, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡയറക്ഷൻസിനെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് ഗിവിംഗ് ഡയറക്ഷൻസ് നമുക്ക് അടുത്ത് നോക്കാം. ലാൻഡ്മാർക്ക് ബേസ്ഡ് ഡയറക്ഷൻസ്. The directions that use well-known landmarks or reference points. പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലാൻഡ്മാർക്സിനെ സൂചിപ്പിക്കുന്ന ടേൺ അറ്റ് ദ സ്കൂൾ, ലുക്ക് അറ്റ് ദ നെയിം ബോർഡ്, അങ്ങനെയുള്ള ഡയറക്ഷൻസിനെ കാണിക്കുന്നതാണ് ലാൻഡ്മാർക്ക് ബേസ്ഡ് ഡയറക്ഷൻസ്. പിന്നെ കാർഡിനൽ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ കോമ്പസ് പോയിൻറ്റ്സ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഗോ നോർത്ത് ഓൺ ദ സെക്കൻഡ് സ്ട്രീറ്റ്. സ്ഥലങ്ങൾ അല്ലാതെ ഡയറക്ഷൻസ് മനസ്സിലാക്കുന്നത്, അതായത് നോർത്താണോ വെസ്റ്റാണോ അങ്ങനെയുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിനാണ് കാർഡിനൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസ്ഡ് ഡയറക്ഷൻസ് ദാറ്റ് ടെൽ us that how far to go or how long it take. ഇപ്പോൾ ഡയറക്ഷൻസ് നമ്മളെ മനസ്സിലാക്കുന്നു, എത്ര ദൂരം പോകണം എന്നുള്ളതിൻ്റെയാണ്. ഗോ ഡൗൺ ദ സ്ട്രീറ്റ് ഫോർ 10 minutes. ഈ 10 minutes എന്നുള്ളതാണ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസ്ഡ് ഡയറക്ഷൻസ് സൂചിപ്പിക്കുന്നത്. 10 മിനിറ്റ് അല്ലെങ്കിൽ ദൂരോട്ട് പോകുമ്പം 4 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 4 ഹൗസസ് കഴിഞ്ഞിട്ടുള്ള എല്ലാം. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഔട്ട്ലൈനിങ് എ സീക്വൻസ് ഓഫ് ആക്ഷൻ. അതായത് ആക്ഷൻ കാണിച്ചിട്ടുള്ളത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള. ഫസ്റ്റ് വാക്ക് സ്ട്രെയിറ്റ് അബൌട്ട് 5 minutes, ദെൻ ടേൺ ലെഫ്റ്റ് ഓഫ് ദ ട്രാഫിക് ലൈറ്റ്. ആദ്യം 10 മിനിറ്റ് നടന്നിട്ട് പിന്നെ തിരിഞ്ഞ് ആ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടോട്ട് പോകുന്നത് സീക്വൻഷ്യൽ ഡയറക്ഷൻസ്. കീ ഫാക്ടേഴ്സ് ഫോർ എഫക്റ്റീവ് ഡയറക്ഷൻ ഗിവിംഗ്. ക്ലാരിറ്റി ആൻഡ് പ്രസിഷൻ. ക്ലാരിഫൈഡ് ആയിരിക്കണം, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ നൽകി നമ്മൾ ലേണേഴ്സിന് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. പിന്നെ സിംപ്ലിസിറ്റി ആയിരിക്കണം, ഈസിയുള്ള കാര്യങ്ങൾ വേണം പറയാൻ, ഈ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം.
വെരി ഈസിലി ആൻഡ് റിമെമ്പേർഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കണം കൊടുക്കേണ്ടത്. പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി. അപ്പോൾ സ്നേഹത്തോടെയും അതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. ലിസണേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫർദർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നൽകണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്ഷൻ ഗിവിങ്ങിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.